ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റർ അളവ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ. അപ്പോൾ നമ്മൾ അളക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു 50 രൂപ കൊടുത്ത് 1 കിലോ മാങ്ങ വാങ്ങുകയാണ്. ഒരു കൃത്യം കണക്കില്ലാതെ അവർ നമുക്ക് കുറച്ച് മാങ്ങ തന്നു. ചിലപ്പോൾ അത് കൂടിപ്പോവാം, അല്ലെങ്കിൽ എന്താണ് അത് കുറഞ്ഞു പോവാം. രണ്ടാണെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, ആ കച്ചവടം ചെയ്ത ആൾക്ക് നഷ്ടമാണ്. കുറഞ്ഞു കഴിഞ്ഞാലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് നഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകീകൃതമായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു അളവ് സിസ്റ്റം വേണം. അപ്പം അതിന് നമ്മൾ പ്രാചീന കാലം മുതലേ എന്താണ്, ഇപ്പോൾ രാജാക്കന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ഒരു അളവ് കൊണ്ട് നടന്നിരുന്നു. ഇപ്പം എല്ലാത്തിനും തൂക്കത്തിനാണെങ്കിലും നീളത്തിലാണെങ്കിലും ദൂരം പറയാനൊക്കെ ആണെങ്കിലും എന്താണ് മൈലുകൾ, അതുപോലെ നാഴിക, സമയം, നാഴിക, വിനാഴിക, അങ്ങനെ പലതരത്തിലുള്ള അളവുകൾ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു. അപ്പം നമുക്ക് എന്താണ് ഒരു യൂണിറ്റ് എന്ന് നോക്കാം. ഭൗതിക അളക്കലിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അളവ് ഉപകരണം അല്ലെങ്കിൽ ഒരു സ്കെയിലാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കാര്യങ്ങൾ നിജപ്പെടുത്താൻ വേണ്ടി, തിട്ടപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അളവ്, അല്ലെങ്കിൽ എന്ത് പറയാം, അതൊരു സ്കെയിൽ എന്ന് പറയുന്നത് ഈ അളവിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകരണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡിഫൈൻ ടൈപ്പിലൊക്കെ നമുക്ക് ചോദിക്കാം, ഡിഫൈൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ആ ഡെഫിനിഷൻ പഠിക്കണം. ഇനി ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, അത് വളരെ സൗകര്യപ്രദമായിരിക്കണം, എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, എല്ലാത്തിനെയും യോജിപ്പിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഭാരത്തിന് യോജിക്കുന്ന യൂണിറ്റ് ആയിരിക്കണം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഭാരം അളക്കുന്നത് സെൻറ്റിമീറ്റർ അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താണോ നമ്മൾ എടുക്കുന്ന ആ ഒരു അളവ് അതിന് യോജിക്കുന്ന യൂണിറ്റ് ആയിരിക്കണം. പിന്നെന്താണ്, വ്യക്തമായിട്ട് നിർവചിക്കപ്പെടണം. ഇതൊക്കെയാണ് മറ്റുള്ളവർക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു യൂണിറ്റിൻ്റെ പ്രത്യേകതകൾ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രാചീന കാലത്തിലെ തന്നെ എന്താ യൂണിറ്റുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 1 വേർഡ് ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് നീളം അളക്കാൻ വേണ്ടിയിട്ട് പരമാണു എന്ന് പറയുന്ന ഒരു ഏറ്റവും ചെറിയ യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു. അതേപോലെ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഗാസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇത് മാത്രമല്ലാതെ നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങുമ്പോൾ അല്ലേ, അതായത് ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് എടുക്കും. എന്താണ്, ഒരു മുഴ. ഇപ്പോൾ മുട്ട്, കൈൻ്റെ മുട്ട്, അതേപോലെ തന്നെ എന്താണ് കൈവിരലുകൾ, കാൽപാദങ്ങൾ, ഇതൊക്കെ എന്താണ് അളവിനുള്ള ഒരു ഏകകമായിട്ട് പണ്ട് കാലങ്ങളിൽ എടുക്കാറുണ്ട്. ഇപ്പോൾ എടുക്കുന്നുണ്ട് അല്ലേ, ഇപ്പം മുഴമൊക്കെ പറയുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മോഹൻജദാരോന്ന് കിട്ടിയുള്ള ഇഷ്ടികകൾക്ക് കൃത്യമായിട്ടുള്ള അളവുകൾ ഉണ്ടായിരുന്നു. അവരുടെ നീളവും വീതിയും അതുപോലെ തന്നെ ഉയരവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 4:2:1 എന്നുള്ള കൃത്യമായിട്ടുള്ള അനുപാതത്തിലാണ്. എല്ലാ ഇഷ്ടികകളും എങ്ങനെയാണ് ആ ഒരു അനുപാതത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയണത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് എന്ത് വന്നിരിക്കുന്നത്, പിന്നെയും കുറേ യൂണിറ്റുകൾ അവർ ഉപയോഗിച്ചിരുന്നത്. ഇഞ്ച്, അടി, ഫീറ്റ്, അതുപോലെ തന്നെ പൗണ്ട്, ഗ്രെയിൻ, ഔൺസൊക്കെ നമുക്ക് ഇപ്പോഴും അറിയാം. അപ്പം അങ്ങനെയുള്ള കുറേ യൂണിറ്റുകൾ ഉപയോഗിച്ചിരുന്നു. ഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗോതമ്പ് മണിയുടെ ഭാരമാണ് എന്ത്, 1 ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളും അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണത്. പിന്നീടാണ് എന്ത്, ആധുനിക അളവ് സമ്പ്രദായം വരുന്നത്. ആധുനിക അളവ് സമ്പ്രദായത്തിൽ പ്രധാനമായിട്ടും 2 സിസ്റ്റംസാണ്, 2 സമ്പ്രദായങ്ങളാണുള്ളത്. അതിലൊന്ന് CGS, എല്ലാം ക്യാപിറ്റലാണ്, CGS സിസ്റ്റം. അതേപോലെ MKS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുന്നത് നീളം, തൂക്കം, സമയം. അപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ 2 സിസ്റ്റങ്ങൾ വന്നിരിക്കുന്നത്, CGSഉം MKSഉം. CGS എന്ന് പറയുമ്പോൾ എന്താണ്, നീളത്തിൻ്റെ യൂണിറ്റായിട്ട് സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ തൂക്കത്തിൻ്റെ യൂണിറ്റായിട്ട് ഗ്രാം എടുത്തിരിക്കുന്നു. സമയത്തിൻ്റെ യൂണിറ്റായിട്ട് സെക്കൻഡ് എടുത്തിരിക്കുന്നു. ഇതാണ് CGS സിസ്റ്റം. ഇനി MKS എന്ന് പറയുമ്പോൾ നീളത്തിൻ്റെ യൂണിറ്റായിട്ട് മീറ്ററും, ഭാരത്തിൻ്റെ അല്ലെങ്കിൽ തൂക്കത്തിൻ്റെ യൂണിറ്റായിട്ട് കിലോഗ്രാമും, ടൈമിൻ്റെ, സമയത്തിൻ്റെ യൂണിറ്റായിട്ട് സെക്കൻഡും എടുത്തിരിക്കുന്നു. ഇതാണ് 2 അളവ് സമ്പ്രദായങ്ങൾ വന്നിരിക്കുന്നത്, ആധുനിക രീതിയിലുള്ള 2 അളവ് സമ്പ്രദായങ്ങൾ.
PMKS സിസ്റ്റത്തിനെയാണ് പിന്നീട് എന്താണ് പരിഷ്കരിച്ചിട്ട് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന SI യൂണിറ്റ് ആയിട്ട് മാറിയത്. SI യൂണിറ്റ്. അപ്പം നമുക്ക് അതിന് മുന്നേ പറയാനുള്ളത് 2 തരത്തിലാണ് യൂണിറ്റുകൾ വരുന്നത്, അല്ലെങ്കിൽ 2 തരത്തിലാണ് അളവുകൾ വരുന്നത്. ഒന്നെന്താണ് അടിസ്ഥാന അളവുകളും, അതേപോലെ തന്നെ എന്താണ് അടിസ്ഥാന അളവുകളും തദ്ഭവ അളവുകളും. അടിസ്ഥാന അളവുകളും തദ്ഭവ അളവുകളും. അപ്പം അടിസ്ഥാന അളവുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അളവുകൾ, ഇപ്പം തൂക്കം, നീളം, സമയം, അതുപോലെ തന്നെ താപനില, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് എന്ത് പറയുക അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഇനി അടിസ്ഥാന അളവുകളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അളവുകളാണ് എന്ത് തദ്ഭവ അളവുകൾ, അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അവരാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ബേസിക് ആയിട്ടുള്ള അളവുകൾ. അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ തദ്ഭവ അളവുകൾ. അപ്പം അടിസ്ഥാന അളവുകളുടെ യൂണിറ്റാണ് എന്ത് അടിസ്ഥാന യൂണിറ്റുകൾ. തദ്ഭവ അളവുകളുടെ യൂണിറ്റാണ് തദ്ഭവ യൂണിറ്റുകൾ, അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറയാം. അപ്പോൾ SI സിസ്റ്റം അനുസരിച്ചിട്ട് പ്രധാനമായിട്ടും നമുക്ക് 7 അടിസ്ഥാന അളവുകളാണുള്ളത്. 7 അടിസ്ഥാന അളവുകളാണുള്ളത്. തൂക്കം, പിന്നെ വരുന്നത് നീളം, പിന്നെ വരുന്നത് സമയം, താപനില, കറൻറ്റ്, ഇലക്ട്രിക് കറൻറ്റ്, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇങ്ങനെ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ഇനി ഈ ഓരോ അടിസ്ഥാന അളവുകൾക്ക് എന്തുണ്ട് യൂണിറ്റുകളുണ്ട്. നീളത്തിൻ്റെ ആണെങ്കിൽ എന്താണ് മീറ്ററാണ്, കാരണം MKS സിസ്റ്റത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. നീളത്തിൻ്റെ മീറ്ററാണ്, തൂക്കത്തിൻ്റെ കിലോഗ്രാമാണ്, സമയത്തിൻ്റെ സെക്കൻഡാണ്, താപനില കെൽവിനാണ് അതിൻ്റെ യൂണിറ്റ്. താപനിലയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥത്തിൽ എത്ര മോളുണ്ട്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ അളവ്, അതിനെയാണ് എന്ത് പറയുക എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയണത്. അതിൻ്റെ യൂണിറ്റ് മോളാണ്, MOLE മോളാണ്. പിന്നെ ഉള്ളത് എന്താണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓരോ റേഡിയേഷൻ്റെ ഒക്കെ ഫ്രീക്വൻസിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ലൂമിനസ് ഇൻറ്റൻസിറ്റി പറയുന്നത് കാൻഡല എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും, അതേപോലെ തദ്ഭവ അളവുകളും യൂണിറ്റുകളും. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കണം കേട്ടോ. അപ്പം മാസ് കിലോഗ്രാം പറഞ്ഞു, അത് kg എന്നാണ് നമ്മൾ എഴുതുക. ക്യാപിറ്റൽ Kയും സ്മോൾ ലെറ്റർ Gയും. ഇനി മീറ്റർ നീളത്തിൻ്റെ മീറ്റർ സ്മോൾ ലെറ്റർ Mലാണ് ഡിനോട്ട് ചെയ്യുക. സമയത്തിൻ്റെ സെക്കൻഡ് സ്മോൾ ലെറ്റർ Sലാണ് ഡിനോട്ട് ചെയ്യുക. അതേപോലെ താപനില അല്ലെങ്കിൽ ഊഷ്മാവ് അത് കെൽവിനിലാണ്, അപ്പോൾ ക്യാപിറ്റൽ K. ഇലക്ട്രിക് കറൻറ്റ് ആംപെയർ, അതാണ് യൂണിറ്റ്, കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപെയർ ആണ്, അപ്പോൾ ക്യാപിറ്റൽ A കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണത്. പദാർത്ഥത്തിൻ്റെ അളവ്, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ, MOLE മോളാണ് യൂണിറ്റ്, പക്ഷെ ഡിനോട്ട് ചെയ്യണത് MOL. ഇനി പ്രകാശ തീവ്രത, അതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ തീവ്രത, അത് കാൻഡല ആണ് യൂണിറ്റ്, ഡിനോട്ട് ചെയ്യണത് സ്മോൾ ലെറ്റർ CD. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 വേർഡൊക്കെ ആയിട്ട് ധാരാളം ചോദിക്കാവുന്നതാണ്. ഇനി എന്താണ് തദ്ഭവ അളവുകൾ, അതിനെക്കുറിച്ച് പറയാം. തദ്ഭവ അളവുകൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാന അളവുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അളവുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഏരിയ, അല്ലെങ്കിൽ എന്താ പരപ്പളവ് അല്ലേ. പരപ്പളവ് എങ്ങനെയാണ് കാണാം, നീളം ഇൻറ്റു വീതി. അപ്പോൾ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് നീളം തന്നെയാണ് പറയണത്. അപ്പോൾ രണ്ടും എന്താണ് നീളമാണെങ്കിലും വീതിയാണെങ്കിലും നീളം തന്നെ. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നതാണ് ഒരു അടിസ്ഥാന അളവാണ്. അടിസ്ഥാന അളവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു അളവാണ് എന്ത് ഉണ്ടാക്കിയെടുത്തൊരു തദ്ഭവ അളവാണ് പരപ്പളവ്, അല്ലെങ്കിൽ നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. നീളം ഇൻറ്റു വീതി, നീളത്തിൻ്റെ മീറ്ററാണ് യൂണിറ്റ്, വീതിയുടെയും മീറ്റർ തന്നെയാണ് യൂണിറ്റ്. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു തദ്ഭവ യൂണിറ്റാണ് എന്ത്
മീറ്റർ സ്ക്വയർ. ആ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു തദ്ഭവ അളവായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ എന്താണ് പരപ്പളവിൻ്റെ യൂണിറ്റാണ്. അങ്ങനെ വോളിയം വ്യാപ്തമാണെങ്കിലും എങ്ങനെ തന്നെയാണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇപ്പോൾ വീതിയാണെങ്കിലും ഉയരമാണെങ്കിലും എന്തുതന്നെയാണ്? നീളത്തിലാണ് പറയുക അല്ലെങ്കിൽ മീറ്ററിലാണ് പറയുക. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് തദ്ഭവ അളവുകൾ വരുന്നത്. ഇനി ഒരു അളവിൻ്റെ കൂടെ അല്ലെ ഒരു അളവിന് നമ്മൾ യൂണിറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് നിയമാവലികൾ പാലിക്കേണ്ടതുണ്ട്. ഭൗതിക പരിണാമത്തിൻ്റെ വില എഴുതുമ്പോൾ സംഖ്യയ്ക്കും യൂണിറ്റിനും ഇടയിൽ ഒരു അക്ഷരത്തിലുള്ള സ്ഥലം വിടണമെന്ന്. ഇപ്പം 5 കിലോഗ്രാം എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ 5 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കിലോഗ്രാം എഴുതാനായിട്ട്. അല്ലാതെ ഒരുമിച്ച് 5 kg ഒറ്റ ഇതിൽ എഴുതാൻ പാടില്ല. 5 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എന്ത് എഴുതാനായിട്ട്? കേയുടെ ഒപ്പം തന്നെ എന്ത് എഴുതുക? ജി എഴുതുക. ഒരു ഗ്യാപ്പ് വേണം. അതായത് സംഖ്യയ്ക്കും യൂണിറ്റിനും ഇടയിൽ എന്ത് വേണം? ഒരു ഗ്യാപ്പ് വേണം. സംഖ്യയ്ക്കും സമതല കോണിൻ്റെ ഡിഗ്രി, യൂണിറ്റ്, സെക്കൻഡ്, അതുപോലെ 0 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കിടയിലൊന്നും ഇടാൻ പാടില്ല എന്ന്. ഇപ്പോൾ നമ്മൾ 6 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ എഴുതാമെന്ന് വിചാരിക്കുക. സെൽഷ്യസ് പോലുള്ള അളവുകൾ അങ്ങനെയുള്ള എഴുതുമ്പോൾ എന്താണ്? അത് ഇപ്പോൾ 6 എഴുതിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടല്ല സെൽഷ്യസിൻ്റെ മുകളിലുള്ള 0 ഇടുന്നത്. അതൊക്കെ എന്താണ്? സ്ഥലം വിടാതെ തന്നെ എഴുതണം. അതല്ലാത്ത അളവുകൾ നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യ എഴുതിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം യൂണിറ്റ് എഴുതാനായിട്ട്. ഇനി യൂണിറ്റുകളെ പ്രതീകങ്ങൾക്ക് ശേഷം വിരാമം ഉപയോഗിക്കാറുണ്ട്. അതായത് 5 kg കഴിഞ്ഞിട്ടൊരു കുത്തിടണം. 5 kg കഴിഞ്ഞൊരു കുത്തിടണം. 4 മീറ്റർ കഴിഞ്ഞാലൊരു കുത്തിടണം. 4 ഗ്യാപ്പ് ഇടുക, മീറ്റർ എഴുതുക, സ്മോൾ ലെറ്റർ എം എഴുതുക, കുത്തിടുക. ഒന്നിലധികം യൂണിറ്റുകളെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ പ്രതീകങ്ങളുടെ ഇടയിൽ സ്ഥലം വിടണം. അതായത് ഇപ്പോൾ ഒരുമിച്ച് എഴുതാൻ നോക്കിയപ്പോൾ നമ്മളിതിനെ മാറ്റിയിട്ട് 5 ഗ്രാം അങ്ങനെ ഒന്നിലധികം ഒരുമിച്ച് യൂണിറ്റുകൾ എഴുതുകയാണെങ്കിൽ എന്താണ്? ആ യൂണിറ്റുകൾക്കിടയിൽ ഓരോ ഇതിനിടയിലും എന്ത് വേണം? സ്ഥലം വിടണം. മീറ്റർ സെക്കൻഡ് അത് നമ്മൾ സാധാരണയായിട്ട് തദ്ഭവ അളവുകളുടെ യൂണിറ്റ് എഴുതുമ്പോഴാണ് അങ്ങനെ വരിക. മീറ്റർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്ററും സെക്കൻഡും. അപ്പോൾ ഇത് കാണിക്കണത് എന്താ? നമ്മുടെ പ്രവേഗം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ്. അപ്പോൾ രണ്ട് അളവുകൾ കൂടിച്ചേർന്നിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഓരോ യൂണിറ്റിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഇടണം. ഒരുമിച്ച് എഴുതാൻ പാടില്ല എന്ന്. മീറ്റർ ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സെക്കൻഡ് എഴുതാനായിട്ട്. പക്ഷെ കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആ കെയും ജിയും ഒരൊറ്റ യൂണിറ്റാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുമിച്ച് എഴുതണം. സെപ്പറേറ്റ് യൂണിറ്റുകളാണെങ്കിൽ എന്താണ്? അവർക്കിടയിൽ സ്ഥലം വിടണം. ഒന്നിൽ താഴെയുള്ള സംഖ്യകൾക്ക് ദശാംശ ബിന്ദുവിന് ഇടതുവശത്തായി 0 ചേർക്കണം. നമ്മൾ 0.5 കിലോഗ്രാം എഴുതാൻ പോവാണ്. അങ്ങനെ 0.5 കിലോഗ്രാം എഴുതാൻ പാടില്ല. 0.5 കിലോഗ്രാം അങ്ങനെ തന്നെ എഴുതണം. 0 ചേർത്ത് എഴുതണം. ദശാംശ സംഖ്യകൾക്ക് മുന്നെന്താണ്? 0 ചേർക്കണം. ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എഴുതുമ്പോഴുള്ള നിയമാവലികൾ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കൂടുതലും ഇങ്ങനെ 1 വേർഡ് ടൈപ്പാണ് വരാനായിട്ട് സാധ്യത. ഇനിയിപ്പോൾ ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂണിറ്റ് എന്താണെന്ന് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ നിയമാവലികളൊക്കെ എഴുതാനായിട്ട് ചോദിക്കാം. നിയമാവലികൾ എഴുതാൻ ചോദിക്കുന്നതിനേക്കാളും ഭേദം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നതായിരിക്കും കാണുക. അപ്പോൾ 5 ഇട്ടിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് കിലോഗ്രാമിന് എഴുതി. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ ആ നിയമാവലികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തെറ്റാണ്. കാരണം എന്താണ്? 5 ഇട്ടിട്ട് സംഖ്യ ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം യൂണിറ്റ് എഴുതാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. താങ്ക് യു.